എന്താണ് ഒരു ഗൗരവം? ഏയ് ഇന്നലത്തെ പ്രശ്നമാണോ? അതല്ല. പിന്നെ എനിക്കറിഞ്ഞൂടെ. താനൊന്നോർത്ത് മൂടോട്ടമുണ്ട. അവർക്ക് വട്ടാണ്, അതിനുള്ള മറുപടി ഞാൻ അപ്പം തന്നെ കൊടുത്തില്ലേ. ഇനി അതൊരു പ്രശ്നമാവുമായിരിക്കും. പ്രശ്നമാവട്ടെ. ആരാൻ്റെ കാര്യത്തിൽ വല്ലാത്ത വേവലാതിയാണ് അവർക്ക്. നമുക്ക് കുട്ടികളുള്ളതിന് അവരെന്തിനാ വേവലാതി പറഞ്ഞത്? അച്ഛൻ്റെ ഒരു അമ്മായി. അവരെ കാണുമ്പോൾ ഇനിയൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനായിട്ടൊന്നും പറയണില്ല. അവരിങ്ങോട്ട് എന്തെങ്കിലും ചൊറിഞ്ഞുകൊണ്ട് വരും. അപ്പോൾ കാണാം. അവർക്ക് ആരെ കണ്ടാലും കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അവരുടെ കാലേ വരെ നിലത്തടിക്കാൻ തോന്നും. അത് വിട്. ഇനി അതൊന്നും ആലോചിച്ച് നമ്മുടെ മൂഡ് കളയണ്ട. എന്നാലും ഇത് എത്ര വർഷമായി ഇപ്പോൾ? അത് ശരി. ഡോക്ടർ പറഞ്ഞ താനും കേട്ടതല്ലേ. പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. താനിയാ ഡൗൺ ആവല്ലേ. ഞാനില്ലേ കൂടെ. ആ അച്ഛാ, ഞാനവരോടെന്ത് പറയാൻ? ഞാൻ ചൂടായൊന്നുമില്ല. ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അനാവശ്യമായിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞു. അച്ഛനിപ്പോൾ എന്താ വേണ്ടത്? എന്ത് പറ്റി? ഒന്നുമില്ല. പുറത്തിറങ്ങുന്നുണ്ട്, ഞാനും നോക്കില്ല. അപ്പോഴേക്കും താനൊന്ന് റെഡിയാണ്, നമുക്കൊന്ന് പുറത്തു പോകാം. എന്നോട് ഇനി സംസാരിക്കണ്ട. നിന്റെ ഇഷ്ടത്തിന് നീ അവളെയും കെട്ടി ഈ വീട്ടിൽ കയറി വന്നു. അന്ന് തുടങ്ങിയതാ സമാധാനക്കേട്. ജാതി മതം ഒന്നും നോക്കാതെ എവിടുന്നോ കെട്ടിയെടുത്തിട്ട് ഇപ്പോ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റുന്ന കുടുംബമാണോ? എന്തിന്? നിന്നൊക്കെ പ്രായത്തിന് മൂത്തതല്ലേ. അന്ന് എല്ലാരും പറഞ്ഞതാണ് ഇത് വേണ്ടാന്ന്. എന്നിട്ടിപ്പോ അനുഭവിച്ചോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അടുത്ത ബന്ധുക്കളൊക്കെ അവിടെയുണ്ട്. മക്കളെ, ഞങ്ങളും നിങ്ങൾ വന്നതും ദൂരെ മാറി നിന്നതും തിരിച്ചു പോകുന്നതൊക്കെ ഞാൻ കണ്ടു. അതൊന്നും ചോദിക്കാനോ പറഞ്ഞ് വഴക്കുണ്ടാക്കാനോ വന്നതല്ല ഞാൻ. ഇനി ഇങ്ങോട്ട് വരണമെന്ന് കരുതിയതുമില്ല. ഒരു മകനായിട്ട് കയറി വന്നതുമല്ല. ആ ബന്ധങ്ങളൊക്കെ കഴിഞ്ഞു. അവളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് വർത്താനം പറയണമെന്ന് തോന്നി. നിങ്ങളുടെ ദുരഭിമാനത്തിൻ്റെ തീച്ചൂളയിൽ എരിഞ്ഞില്ലാതായത് ഒരു ജീവനല്ല. ഷി വാസ് ക്യാരിങ്. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു അവസരം പോലും ആ പാവത്തിന് നിങ്ങൾ കൊടുത്തില്ലല്ലോ. നിങ്ങളുടെ ഈ ദുരഭിമാനം ഒരു നിമിഷം, ഒരു 10 ദിവസം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞു മുറ്റത്തോടി കളിച്ചാണ്. ഇനി
ഈ ബന്ധങ്ങളെല്ലാം ഇന്നിവിടെ അവസാനിച്ചു. ഇനി ഞാൻ ചത്തു പുഴുത്താ പോലും നിങ്ങളാരും എന്നെ കാണാൻ പോലും പറ്റില്ല.